അത് മണിപ്പൂരുമായി ബന്ധപ്പെട്ട അവിടുത്തെ സ്ഥിതിഗതികളുമായി ബന്ധപ്പെട്ട ഇന്നത്തെ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. ഇന്നലെ സംഘർഷമുണ്ടായ പ്രദേശങ്ങളിൽ ഇപ്പോൾ അവസ്ഥ ശാന്തമാണോ? കാവ്യ, മണിപ്പൂരിലെ സാഹചര്യം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം 2023 കഴിയാൻ പോകുന്നു. നമ്മളൊരു പുതുവർഷം വരവേൽക്കാൻ പോവുകയാണ്. പക്ഷെ അപ്പോഴും മണിപ്പൂർ എന്ന സംസ്ഥാനം കത്തിയെരിയുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ ഈ ഏറ്റുമുട്ടലുകൾക്ക് അല്ലെങ്കിൽ ആക്രമണങ്ങൾക്ക് ഒരു അറുതിയും ഇല്ലാതെ മുമ്പോട്ട് പോകുന്ന സാഹചര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസവും അവിടെ സംഘർഷങ്ങൾ ഉണ്ടായി. പോലീസുകാർക്ക് ഉൾപ്പെടെ പരിക്കേൽക്കുന്ന സാഹചര്യമൊക്കെയാണ് അവിടെ നിലവിലുള്ളത്. എന്തായാലും കൂടുതൽ സേനയൊക്കെ അവിടെ വിന്യസിച്ചിട്ടുണ്ട്, എല്ലാം ശാന്തമാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോഴും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മാസങ്ങളായിട്ട് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്ന ഒരു കാര്യവുമാണത്. പക്ഷേ ഈ അവകാശവാദങ്ങളും അല്ലെങ്കിൽ എല്ലാം സമാധാനത്തിലേക്കെന്നുള്ള ഉറപ്പുകളൊക്കെ കേന്ദ്ര സർക്കാർ നൽകുമ്പോഴും ഒന്നും സമാധാനത്തിലല്ല എന്ന് തന്നെയാണ് മണിപ്പൂരിൽ നിന്ന് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകളെന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, അവിടെ നിരവധി മൃതദേഹങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് സംസ്കരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. കാരണം അത്രത്തോളം ജീവനുകൾ അവിടെ പൊലിഞ്ഞിരിക്കുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പല ഇടങ്ങളിലും സംഘർഷങ്ങൾ ഇപ്പോഴും മുമ്പോട്ട് പോവുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ അപ്പോഴും കൂടുതൽ സേനയൊക്കെ വിന്യസിച്ചുകൊണ്ട് പോലീസ് അടക്കം അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമാക്കി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. എന്തായാലും മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം കലാപത്തിന് ഒരു അയവില്ല, അല്ലെങ്കിൽ ഈ കുക്കി മെയ്തൈ വിഭാഗങ്ങൾ തമ്മിലുള്ള ആ ഒരു ഏറ്റുമുട്ടലിന് അറുതിയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാവ്യ.